പരസ്പരം പകയുമായി ജീവിക്കുന്നവർ, അന്യന്റെ പതനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവർ, കൊന്നു കൊലവിളിക്കുന്നവർ. കേട്ടില്ലേ, ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് മരിച്ച വാപ്പാനെ കബറിലടക്കി തിരിച്ചു വന്ന് 18ാമത്തെ ദിവസം വാപ്പാന്റെ മുതൽ വീതിച്ചപ്പോ വീതം വെച്ച് കിട്ടിയ പറമ്പിലൂടെ ജ്യേഷ്ഠനൊന്ന് നടന്നുപോയതിന്റെ പേരിൽ പകമൂത്ത അനിയൻ കരിങ്കല്ലുകൊണ്ട് വലിച്ചെറിയുകയും ഏട്ടന്റെ തലപൊട്ടി ചോരയൊലിക്കുന്നത് കണ്ട് അത് കാർന്നോരെ അടവാന്നും പറഞ്ഞ് ഒന്ന് തിരിഞ്ഞു നോക്കാതെ അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് തിരിച്ചു വന്നത് കാർന്നോരുടെ മയ്യത്തിന്റെ അടിയിൽ നിന്നാണെങ്കിൽ പകയാ മനുഷ്യരെ പലർക്കും ഉള്ളിൽ. പല ബന്ധങ്ങളും അലോക്യത്തില. മരിച്ചാലും തീരാത്ത പകയും മനസ്സുകൊണ്ട് നടക്കുന്നവര് അതങ്ങനെ കെട്ടെ. അതുകൊണ്ടാണല്ലോ ചിലര് കുടുംബ പ്രശ്നം ഉണ്ടാകുമ്പോൾ ചിലരോട് പറയും, ഞാൻ മരിച്ചാ പോലും എന്റെ മയ്യത്തോനെ കാണിക്കരുത്. എന്തൊക്കെ ഒരു വർത്താനങ്ങളായത്. ഞാൻ മരിച്ചാ പോലും എന്റെ മയ്യത്ത് കാണാൻ ഈ വരണ്ട. കുടുംബക്കാരോടും മക്കളോടും വാപ്പാര് കൊടുക്കുന്ന ഉപദേശങ്ങളാ. വാശി കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടവരില്ലേ? ഇപ്പോഴും നെഞ്ചിന്റെ ഉള്ളിൽ പകയും വെറുപ്പും ദേഷ്യവും കൊണ്ടു നടക്കുന്നവരില്ലേ? മുഖത്തോട് മുഖം നോക്കാത്തവർ, സലാം പറയാത്തവർ, പറഞ്ഞ സലാം മടക്കാത്തവർ. എന്തിന്? നേർക്ക് നേരെ നടന്നു വരുന്നുണ്ടെന്ന് കണ്ടാൽ പോലും തലകുനിച്ച് കാർക്കിച്ചു തുപ്പി തിരിഞ്ഞു നടക്കുന്നവര് മുസ്ലിം കുടുംബങ്ങളിലില്ലേ? കൂട്ടത്തിലില്ലേ? 5 വക്ത് നമസ്കരിക്കുന്ന മുസൽമാൻ നാളെ മണ്ണിന്റെ അടിയിലേക്ക് പോകാനുള്ളവരാണെന്ന് 100% ബോധ്യപ്പെട്ട മുസൽമാൻ. എത്ര കുടുംബങ്ങളാ ആയുസ്സിൽ കുടുംബത്തിന്റെ ബന്ധത്തിന്റെ മുറിയൽ കണ്ടിട്ടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തന്റെ ഭർത്താവിനോട് ചേർന്ന് നിന്ന്, ഇക്ക നാളെ പടച്ചോന്റെ കബറിൽ നിങ്ങൾ ഒറ്റക്കാണ്, കൂട്ടിന് ഞാൻ പോലും ഉണ്ടാവൂല, അതുകൊണ്ട് കാർന്നോരുമായിട്ടൊന്ന് നന്നാവണം, പെങ്ങളുമായിട്ടൊന്ന് നന്നാവണം, മോളെ കെട്ടിയ വീട്ടുകാരുമായിട്ടൊന്ന് നന്നാവണം, മോൻ കെട്ടിയ വീട്ടുകാരിയായിട്ടൊന്ന് നന്നാവണം പറഞ്ഞിട്ടുണ്ടോ ഉമ്മാരെ ഏതെങ്കിലും ഭർത്താക്കന്മാരോട്? എത്രയെത്ര ബന്ധങ്ങളാ ഇന്ന് അലോക്യത്തിൽ ജീവിച്ചോണ്ടിരിക്കുന്നത്.